നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിമിത്തമാണ്. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ നിമിത്തമാണ്. ഭഗവാനാണ് എന്നെ കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചത് നിങ്ങളിത് കേൾക്കാൻ ഇടയായത്. കാരണം ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ രഹസ്യമാണ്. അതായത് ഞാനിവിടെ 7 കാര്യങ്ങൾ പറയും. ഈ 7 കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും ഇതോടുകൂടി തീരും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, ആ കുടുംബം ഐശ്വര്യത്തിലേക്ക് നടന്നെടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും തീർക്കാനായിട്ട് ഭഗവാനായിട്ട് എന്നെ കൊണ്ട് ഇന്നിവിടെ പറയിച്ചതാണ്. നിങ്ങളിത് കേൾക്കാൻ ഇടയായതാണ്. സത്യമായിട്ടും പറയുന്നു, മനസ്സിൽ തൊട്ടു പറയുന്നു, ഭഗവാൻ ഗുരുവായൂരപ്പനാണ് സത്യം പറയുന്നു. ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് വീട്ടിൽ ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെട്ടിരിക്കും. 7 കാര്യം ഞാൻ പറഞ്ഞു തരാം. 7 ശ്രീകൃഷ്ണ രഹസ്യങ്ങൾ പറഞ്ഞു തരാം. ഒരെണ്ണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മതി. 7ഉം കേട്ട് നോക്കൂ. നിങ്ങളെ കൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന 7 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. 7ഉം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. ജീവിതം മാറിമറിയും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥിതിയുടെ ദേവനായ നാരായണൻ സാക്ഷാൽ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ വീട് ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറും. എത്ര വലിയ സങ്കടത്തിൽ നിന്നാലും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കൂ. സങ്കടക്കടൽ നീങ്ങും. ഐശ്വര്യത്തിന്റെ കൊടുമുടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. നാരായണൻ സാക്ഷിയായി, ഗുരുവായൂരപ്പൻ സാക്ഷിയായി പറയുന്നു, ഇത് ചെയ്തവരൊന്നും നശിച്ചിട്ടില്ല, ഉയർച്ച വന്നിട്ടേ ഉള്ളൂ. എല്ലാ സങ്കടത്തിന്റെ നടുക്ക് നിൽക്കുന്നവരിത് ചെയ്താലും, എല്ലാ രീതിയിലും ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരിത് ചെയ്താലും, എത്ര കഠിനമാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വഴി തുറക്കും. ആ ജീവിതം രക്ഷപ്പെട്ടിരിക്കും, സൗഭാഗ്യം അലയടിക്കും എന്നുള്ളതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 7 കാര്യവും ഒന്നൊന്നായിട്ട് പറയാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്യൂ. ഒന്നൊന്നായിട്ട് കേട്ടുകൊള്ളൂ. ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ശ്രീകൃഷ്ണ രഹസ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ. വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിലവിളക്കിന്റെ അടുത്ത് ചെയ്യണം കേട്ടോ. ഒറ്റ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് വീട്ടിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങൾ നിലവിളക്ക് കത്തിക്കണം. വീട്ടിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും, ഒരാഴ്ചയിൽ 7 ദിവസമുള്ള 7 ദിവസവും ചെയ്യേണ്ട. വ്യാഴാഴ്ച ഭഗവാന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വിശേഷമാണ് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. ആ വ്യാഴാഴ്ച ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ വിളക്കൊരുക്കി കത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്, എങ്ങനെയാണ് ഒരുക്കി കത്തിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ദാ ഇവിടെ പറയാം. എല്ലാവരും വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിലോ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ വിളക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുണ്ടാവണം. ഇതുവരെ ഇല്ലാത്തവരാണെങ്കിൽ ഒരെണ്ണം വാങ്ങിയാൽ മതി. ഭഗവാന്റെ ഒരു ചെറിയ ചിത്രം മതി, ഒരുപാട് വലിപ്പമൊന്നും വേണമെന്നില്ല. നമ്മളുടെ ഒരു എന്താ പറയുന്ന കൈപ്പത്തിയുടെ അല്ലെങ്കിൽ ആ ഒരു വലിപ്പത്തിലുള്ള ആയാലും മതി, ചെറിയൊരു ചിത്രം ആയാലും മതി. ഭഗവാന്റെ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഒരു ചിത്രമോ ഒരു വിഗ്രഹമോ വെച്ചിരിക്കണം എന്നുള്ളതാണ്. വീടിന്റെ ഹാളിലോ പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ അത് മനോഹരമായിട്ട് വെക്കാം. വെക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ വ്യാഴാഴ്ച ദിവസം നിലവിളക്ക് കത്തിക്കുമ്പം നിലവിളക്കിന്റെ അടുത്തായിട്ട് ആ ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ കൊണ്ടുവന്ന് കിഴക്കോട്ട് ദർശനമായിട്ട്, കിഴക്കോട്ട് ഭഗവാൻ മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ, ഭഗവാന്റെ മുഖം കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ അടുത്ത് വെക്കുക.
പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നവരാണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹം ആ നിലവിളക്കിന്റെ പുറകുവശത്തായിട്ട് അല്ലെങ്കിൽ നിലവിളക്കിന്റെ സമീപത്തായിട്ട് ഒന്ന് വെക്കുക. അതിനു മുന്നിൽ നിലവിളക്ക് തെളിയിക്കുക. അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ചിത്രം എടുത്തുകൊണ്ട് വന്ന് വിളക്ക് കത്തിച്ച് ഉമ്മറത്ത് വെക്കുമ്പം അതിനടുത്തായിട്ട് ഈ ശ്രീകൃഷ്ണ ചിത്രം വെച്ചാലും മതി എന്നുള്ളതാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് വെച്ച് നിലവിളക്ക് വ്യാഴാഴ്ച ദിവസം നിലവിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് 2 തിരിയിട്ടോ 5 തിരിയിട്ടോ അല്ലെ 1 തിരിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കത്തിക്കുന്ന രീതിയിൽ ചെയ്യാം. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം ചെയ്താലും മതി. 2 നേരവും ചെയ്യണമെന്നില്ല. ഒന്നീ രാവിലെ കത്തിക്കുന്നവർക്ക് രാവിലെ ചെയ്യാം, വൈകിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കത്തിക്കുന്നവർക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ആ ഭഗവാന്റെ ചിത്രം വെച്ചിട്ട് ഒരു കിണ്ണം വെണ്ണ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വീട്ടില്, ഒരു ചെറിയ കിണ്ണം വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കിണ്ണം വെച്ചേക്കുക. ഒരു ചെറിയ കിണ്ണത്തിൽ കുറച്ച് വെണ്ണ ഇട്ടിട്ട് ആ വെണ്ണക്കിണ്ണം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. നിലവിളക്കിന്റെ മുന്നിലായിട്ട് ആ വെണ്ണക്കിണ്ണം ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് സമർപ്പിക്കുക. അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ചിട്ട് അതിൻ്റെ മുമ്പിലായിട്ട് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലായിട്ട് സമർപ്പിക്കുക. വീട്ടിൽ മഞ്ഞ പൂക്കൾ നിൽപ്പുണ്ടെങ്കിൽ, മഞ്ഞ ഇല്ലെങ്കിൽ വെള്ളയായാലും മതി, കുറച്ച് പൂക്കള് ആ വെണ്ണ സമർപ്പിക്കുന്നിടത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി ആ പൂക്കളും കൂടെ, മഞ്ഞ പൂക്കൾ അല്ലെ വെള്ള പൂക്കളും കൂടെ ആ വെണ്ണയുടെ സമീപത്തായിട്ട് സമർപ്പിക്കുക. തുളസി ഉണ്ടാവുമല്ലോ വീട്ടിൽ, തുളസിപ്പൂവ് ഒരു 4-5 എണ്ണം നുള്ളി എടുത്തിട്ട് അതൊരു ചെറിയ നൂല് കൊണ്ട് കെട്ടി ആ ഭഗവാന്റെ ചിത്രത്തിന്റെ പാദഭാഗം ഉണ്ടാവുമല്ലോ, വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹത്തിന്റെ പാദഭാഗം ഉണ്ടാവുമല്ലോ. പാദം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ആ മൊത്തം ചിത്രത്തിന്റെ ഏറ്റവും താഴെ ഭാഗം. ആ താഴെ ഭാഗത്ത് ഭഗവാന്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രത്തിന്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ കൊണ്ടുപോയി ആ പാദഭാഗത്ത് ആ തുളസിക്കതിരെ ഒരു 4-5 തുളസിപ്പൂവ് നുള്ളിയെടുത്തത് ഒരു നൂല് കൊണ്ട് കെട്ടി, ആ തുളസി കെട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ആ തുളസിയുടെ ആ ഒരു ചെറിയ കൂട്ടം, ആ തുളസിപ്പൂക്കളുടെ കൂട്ടം ഒരു നൂല് കൊണ്ട് കെട്ടി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക. ആ പാദത്തിങ്കൽ സമർപ്പിക്കുക എന്ന് പറയും. ആ പാദത്തിൽ സമർപ്പിക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയും അങ്ങ് ചെയ്യുക. എല്ലാ വ്യാഴാഴ്ച വിളക്ക് കത്തിക്കുമ്പോഴും ഒരു ചെറിയ കിണ്ണത്തിൽ, നിലവിളക്കിനോടൊപ്പം ഒരു ചെറിയ കിണ്ണത്തിൽ വെണ്ണ സമർപ്പിക്കുക, പൂക്കൾ സമർപ്പിക്കുക, അതോടൊപ്പം തുളസിപ്പൂവ് നുള്ളിക്കൊണ്ടുവന്ന് ഒന്ന് കെട്ടിയ ഭഗവാന്റെ പാദത്തിങ്കൽ വെക്കുക. ആ വീട്ടിലെ സകല ദുരിതങ്ങളും ഒഴിയുമെന്നാണ് പറയുന്നത്. ഒരാഴ്ച നിങ്ങൾ ഇത്തരത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ആ വീടിന്റെ ഗതി മാറും. ആ വീട്ടിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആ വീട് വാനോളം ഉയരും എന്നുള്ളതാണ്. ഇതെല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമല്ല. സാധാരണ എന്നെ കാണാൻ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ചെയ്ത് ഫലം കിട്ടി തിരുമേനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ചെയ്തു നോക്കണേ. പറ്റുന്നവർ ചെയ്യുക. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. പറ്റുന്നവർ വീട്ടിൽ വിളക്ക് കത്തിച്ച് ദിനവും തൊഴുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ആയാലും വൈകിട്ടായാലും ഈ പറയുന്ന രീതിയിൽ വിളക്ക് കത്തിച്ച് ഇതൊന്ന് സമർപ്പിച്ച് മുന്നോട്ട് പോയി നോക്കിക്കേ. എല്ലാ ദുഃഖങ്ങളും തീരും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും നീങ്ങും. ആ വീട് രക്ഷപ്പെട്ടിരിക്കും. അച്ചിട്ടായ കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്തൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടാവുമല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ആ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മതി, ഒരു മാസം ഒരു പ്രാവശ്യം, അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു നിശ്ചിത തീയതി, മലയാള മാസം 1-ാം തീയതി തീരുമാനിക്കാൻ നല്ലതാണ്. മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച, 30 വ്യാഴാഴ്ച ഏറ്റവും കെങ്കേമമാണ്. മാസത്തിൽ 2 ഏകാദശി വരും. ഏകാദശി ദിവസം ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ സൗകര്യാർത്ഥം ഒരു മാസത്തിൽ ഒരു തവണ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഒരു മാസത്തിൽ ഒറ്റ തവണ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോയി ഞാൻ ഈ പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്തു നോക്കിക്കേ. എല്ലാ മാസവും മുടങ്ങാ അങ്ങ് ചെയ്യണം. ശമ്പളം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ആ ഒരു തിരക്കൊക്കെ ഒഴിയുന്ന സമയം നോക്കിയിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് പോയിട്ട് ഈ ഒരൊറ്റ കാര്യം ഭഗവാന് ചെയ്തിട്ടിങ്ങി വരിക. ബാക്കി എല്ലാം അവിടുന്ന് നോക്കിക്കോളും. ഏതാപത്തിലും ഭഗവാൻ ഇറങ്ങി വന്ന് കാത്തു രക്ഷിക്കും എന്നുള്ളതാണ്. ഏതാപത്തിലും കൈവിടത്തില്ല, എന്നും കൂടെ കാണും. ഭഗവാൻ ഒന്നറിയാതെ ഒന്ന് ചെയ്യത്തില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നല്ലതേ നിങ്ങൾക്ക് വരുള്ളൂ എന്നുള്ളതാണ്. ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക. പോകുന്ന സമയത്ത് ₹1 നാണയം അല്ലെ ഏതെങ്കിലും ചില്ലറ തുട്ടായാലും മതി, വീട്ടിലെ എല്ലാവരുടെയും കൈ കൊടുക്കുക.
ഉദാഹരണത്തിന് വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കള്, 4 പേരുള്ള കുടുംബമാണെന്നിരിക്കട്ടെ. എല്ലാവരുടെയും കയ്യിൽ പൈസ കൊടുക്കുക, ഓരോ രൂപ അല്ലെ ചില്ലറ കൊടുക്കുക. കൊടുത്തിട്ട് അത് തലയ്ക്കൊഴിഞ്ഞു വാങ്ങിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ തലയ്ക്കൊഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുക. ഇനി അവരൊഴിയുന്നില്ലെങ്കിൽ നിങ്ങളായാലും അവരുടെ തലയ്ക്കൊന്ന് തൊട്ട്, നെറുകയിലൊന്ന് തൊട്ട് ഒരു 3 തവണ തലയ്ക്കൊഴിഞ്ഞ് ആ ഓരോ രൂപ വാങ്ങിക്കുക. ഇനി വീട്ടിലില്ലാത്തവരൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും ഒരു മകനും മാത്രമാണ് വീട്ടിലുള്ളത്. മറ്റൊരു മകൻ അല്ലെങ്കിൽ മകള് ദൂരെ എവിടെങ്കിലും നിന്ന് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുകയാണ്. അവരടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട്, അവരുടെ വസ്ത്രം വല്ലതും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ആ വസ്ത്രത്തിനെ കൊണ്ടുപോയി ഒന്ന് അവരെ സങ്കല്പിച്ചുകൊണ്ട് ഓം നമോ നാരായണ ചൊല്ലി ഒഴിഞ്ഞെടുത്താലും മതി. അങ്ങനെ വീട്ടിൽ എത്ര പേരുണ്ടോ, 4 പേരുള്ള വീടാണ്, 5 പേരുള്ള വീടാണെങ്കിൽ 5 പേരെ ഒഴിയുക, 4 ആണെങ്കിൽ 4, എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞ് ഓരോ രൂപ നാണയം എടുക്കുക. ആ ഒരു നാണയം ഉണ്ടാവുമല്ലോ, ഒരു 3 4 അല്ലെ 5 നാണയം ഉണ്ടാവുമല്ലോ. ആ നാണയവുമായിട്ട് ഈ പറയുന്ന നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക. പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭഗവാന് ഒരു തൃക്കൈവെണ്ണ നിവേദ്യത്തിന് കൂടി രസീതാക്കുക. എന്താണ്? തൃക്കൈവെണ്ണ നേദ്യത്തിന് കൂടി രസീതാക്കുക. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിങ്ങൾക്ക് പൂജാ സ്റ്റാളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൽ നിങ്ങൾക്ക് അത് എഴുതിക്കാൻ സാധിക്കുന്നതാണ്. തൃക്കൈവെണ്ണ എഴുതിച്ച് ഈ നാണയം കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ച് അവിടുത്തെ തിരുമേനി തൃക്കൈവെണ്ണ കഴിപ്പിച്ചതിൻ്റെ പ്രസാദവും നിങ്ങൾക്ക് തരും. ആ പ്രസാദവും വാങ്ങി ഐശ്വര്യമായിട്ട് ഭഗവാനെ തൊഴുത് വീട്ടിൽ വരിക. തൊഴുന്ന സമയത്ത് ഭഗവാനെ അവിടെ ഭഗവാന്റെ ചാർത്ത് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് നാരായണനെ പ്രാർത്ഥിച്ച് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുതുകൊണ്ട് ആ പ്രസാദമായിട്ട്, തിരുമേനി തരുന്ന പ്രസാദമായിട്ട് വീട്ടിൽ വന്നു കയറുക. എല്ലാ മാസവും ഇതൊരു റുട്ടീനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഇത് പിന്തുടരൂ. നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇത് ഒരുപാട് വീട്ടുകാർ ഇത് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ല, ഇതൊക്കെ അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഐശ്വര്യം കിട്ടുന്നവർ പലരോടും അത് പറയാറില്ല എന്ന് മാത്രം. പക്ഷെ നിങ്ങളോട് ഞാനിത് പറയുന്നു, ഇത് പറ്റുന്നവർ ചെയ്യൂ. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, സകല ദോഷങ്ങളും നീങ്ങും. അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് പറയുന്നതെന്ന് കൂട്ടിക്കൊള്ളൂ. അനുഭവം ഉണ്ട്, അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. നന്നായി വരും. ഇതാണ് 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ചെടി കണ്ടോ? നഴ്സറിയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് വിഷ്ണു കിരീടം, കൃഷ്ണകിരീടം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ചെടി പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഞാൻ ഈ പറയുന്ന 2 ദിശയെ കൊണ്ടുവന്ന് നട്ടു വളർത്തണം കേട്ടോ. ഏറ്റവും ഗംഭീരമായിരിക്കും. 1ാമത്തെ ദിശ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂല, അതായത് വടക്കും പടിഞ്ഞാറും ചേരുന്ന ഒരു മൂലഭാഗം ഉണ്ടാവുമല്ലോ, ആ മൂലഭാഗത്ത് ഇതിൻ്റെ ഒരു മൂട് കൊണ്ടുവന്ന് നട്ടു വളർത്തുക. ഇനി വടക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് ഇടമില്ലെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് എവിടെങ്കിലും ആയാലും മതി, പടിഞ്ഞാറ് നടുക്ക് ഭാഗത്ത് എവിടെങ്കിലും ആയാൽ മതി. ഇതിൻ്റെ ഒരു മൂട് കൊണ്ടുവന്ന് നട്ടു വളർത്തുക. ഇത് പൂത്തുലഞ്ഞ് വീട്ടിൽ നിൽക്കുന്നത് സർവ്വ ഐശ്വര്യമാണ്. കൃഷ്ണപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പുഷ്പമാണ് ഈ വിഷ്ണുകിരീടം അഥവാ കൃഷ്ണകിരീടം എന്ന് പറയുന്നത്. ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. പണ്ട് കാരണവന്മാർ ഇത് തേടിക്കൊണ്ടുവന്ന് വളർത്തുമായിരുന്നു, അതിരിഞ്ഞ് വളർത്തുമായിരുന്നു, വീടിൻ്റെ മൂലകളിൽ വളർത്തുമായിരുന്നു, പ്രത്യേകിച്ചും വടക്ക് പടിഞ്ഞാറേ കോണിൽ വളർത്തുമായിരുന്നു. അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ ഈശ്വരാധീനം ഒക്കെ ഉണ്ടായിരുന്നതാനും. പക്ഷെ ഇപ്പം പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ്. നഴ്സറി വാങ്ങിക്കാൻ കിട്ടും, വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. ഇത് വളരെ സത്യമുള്ള കാര്യമാണ്, കൃഷ്ണകൃപ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് നട്ടു വളർത്തുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായത് വളർത്താൻ സാധിക്കില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടേക്കൂ. പക്ഷെ വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നട്ടു വളർത്തു. അതിൻ്റെ ഗുണം കിട്ടിയിരിക്കും. നാൾക്ക് നാൾ ആ ചെടി വളരുന്നതനുസരിച്ച്, പൂവിടുന്നതനുസരിച്ച് സൗഭാഗ്യവർഷം ജീവിതത്തിലും വന്നു ചേരും എന്നുള്ളതാണ്. ഇതാണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാരായണമൂർത്തി ക്ഷേത്രം ആയാലും മതി. അതായത് മഹാവിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ മറ്റ് അവതാര ക്ഷേത്രങ്ങളായാലും മതി. ഇപ്പം ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലെ നരസിംഹമൂർത്തി ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായാലും മതി. ഒന്നുകിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ നാരായണ സങ്കല്പത്തിലുള്ള വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ എവിടെ ആയാലും മതി.
ഞാൻ ഈ പറയുന്ന കാര്യം 6 മാസത്തിലൊരിക്കൽ ചെയ്യണം കേട്ടോ. ഏറ്റവും ഗംഭീരമായിരിക്കും. 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കുക. സമർപ്പിച്ച് ഒരു പാൽപ്പായസവും കഴിപ്പിച്ച് മടങ്ങി വരിക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്? വീട്ടിൽ മാവുള്ളവരാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ വളരുന്ന മാമ്പഴം ഒന്നോ രണ്ടോ മൂന്നോ മാമ്പഴം എടുത്തു വെച്ചേക്കുക ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട്, ഭഗവാന് കൊടുക്കാനായിട്ട്. 6 മാസത്തിലൊരിക്കൽ വീട്ടിൽ കായ്ക്കുന്ന മാമ്പഴം അത്തരത്തിൽ പറിച്ചെടുത്ത്, നിലത്ത് വീഴാതെ പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരം, പറിച്ചെടുത്ത് ആ മാമ്പഴം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. ഇനി മാമ്പഴം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഒരു മഞ്ഞഹാരം ഭഗവാന് സമർപ്പിക്കുക. നിങ്ങൾ തന്നെ കെട്ടിയതോ അല്ലെ പറഞ്ഞു ചെയ്യിച്ചതോ ആയാൽ മതി. എന്താണ് മഞ്ഞഹാരം എന്ന് പറയുന്നത്? മഞ്ഞപ്പൂക്കൾ കൊണ്ട് കെട്ടിയ മാല. ആ ഒരു മഞ്ഞഹാരം ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കുക. അതുപോലെ കരിക്കുണ്ടാവുമല്ലോ നമ്മളുടെ എല്ലാം വീട്ടിൽ അല്ലെ? കരിക്കിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരിക്കിട്ട്, അമ്പലത്തിൽ കൊടുക്കാനാണെന്ന് പ്രത്യേകം പറഞ്ഞ് ഒരു കരിക്കിട്ട്, അതും ഈ പറയുന്ന കണക്ക് നിലത്തിടാതെ വെട്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു കരിക്കിട്ടുകൊണ്ടുപോയി ഭഗവാന്റെ നടക്കൽ സമർപ്പിക്കുക. അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള മഞ്ഞപ്പട്ടുണ്ടാവുമല്ലോ, മഞ്ഞപ്പട്ട്, മഞ്ഞ നിറത്തിലുള്ള പട്ട്, അതൊരെണ്ണം കടയിൽ നിന്നോ മറ്റോ വാങ്ങി ഭഗവാന് സമർപ്പിക്കുക. ഞാനിപ്പോൾ 4-5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നു. 6 മാസത്തെ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. 6 മാസത്തെ ഒരിക്കൽ ചെയ്യേണ്ട. വീട്ടിൽ മാമ്പഴം വളരുന്നവരാണ്, മാവ് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാമ്പഴം ഒരു 2-3 എടുത്ത്, നല്ല പഴുത്ത മാമ്പഴം, ഭഗവാൻ ഏറ്റവും പ്രിയമാണ്, അത് കൊണ്ടുപോയി നടക്കൽ സമർപ്പിക്കുകയേ വേണ്ടുള്ളൂ. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്നാണ് പറയുന്നത്. അത്രയും സ്നേഹമാണ് ഭഗവാൻ, അത്ര ഇഷ്ടമാണ് ഭഗവാൻ, ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട്. അപ്പം മാമ്പഴം കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക, കരിക്ക് കൊടുക്കാൻ പറ്റുന്നവർ അത് കൊടുക്കാം. അതല്ല മഞ്ഞഹാരവും അല്ലെങ്കിൽ മഞ്ഞപ്പട്ടാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്തു കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ചിലർക്കൊക്കെ വീട്ടിൽ വാഴയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടുന്ന് ഒരു വാഴക്കുല വെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ നടക്കൽ കൊണ്ടുപോയി സമർപ്പിച്ചാലും മതി. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. 100 ഇരട്ടി തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല കൊടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പറയട്ടെ, കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടിയായിട്ട് സമൃദ്ധി മടങ്ങി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് 6 മാസത്തിലൊരിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തു നോക്കിക്കേ, അതിൻ്റെ അഭിവൃദ്ധി ജീവിതത്തിലുണ്ടാവും. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന വഴി ഒരു പാൽപ്പായസവും കൂടെ കഴിപ്പിച്ചേക്കുക കേട്ടോ. ആ പാൽപ്പായസവും കൂടെ ആയിട്ട് ഭഗവാന്റെ പ്രസാദവും കൂടെ ആയിട്ട്, നമ്മൾ ഭഗവാന് സമർപ്പിച്ചു, ഭഗവാൻ നമുക്ക് നൽകുന്ന പാൽപ്പായസവും കൂടെ ആയിട്ട് വീട്ടിലേക്ക് വന്നു കയറാവുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ചൈതന്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ മാസവും അതിനുള്ള അവസരം, സാധ്യതകൾ, പോകാൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ, അന്യനാട്ടിൽ നിൽക്കുന്നവർ വർഷത്തിലൊരിക്കൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാമല്ലോ. വർഷത്തിലൊരിക്കൽ എന്താന്നല്ലേ ചോദിക്കുന്നത്? വർഷത്തിലൊരിക്കൽ ഞാൻ ഒരു 4 ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞുതരാം. ഈ 4 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിങ്ങൾ പോവുക. ഓരോ വർഷം ഓരോ എടുത്ത് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അല്ല എല്ലാ വർഷവും ഞാൻ ഒരേ അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. 4 അമ്പലങ്ങളുടെ പേര് പറഞ്ഞുതരാം. 4 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 4 അമ്പലത്തിൽ എവിടെങ്കിലും ഒരു കിഴി നാണയം സമർപ്പിക്കുക. എന്താണ് ഒരു കിഴി നാണയം എന്ന് പറയുന്നത്? നല്ല ഒരു മഞ്ഞ പട്ടെടുത്ത് വിരിച്ച് ആ മഞ്ഞപ്പട്ടിൽ ഒരു പിടി നാണയം, ഒരു 10, 50 അല്ലെ 100 രൂപ ചില്ലറ മാറി വെച്ചിരിക്കുന്ന ആ നാണയം ഇട്ട് ആ മഞ്ഞപ്പട്ട് ഒരു ചെറിയ കിഴി പോലെ കെട്ടി ആ കിഴി വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു നേരം നിലവിളക്കിൻ്റെ അടുത്തായിട്ടൊന്ന് വെച്ച് സമർപ്പിച്ച് നാരായണ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കിഴിയുമായിട്ട് ക്ഷേത്ര ദർശനത്തിന് പോവുക എന്നുള്ളതാണ് കിഴി സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കിഴി സമർപ്പണത്തിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. ഒരു കിഴി നാണയം, അത് നിങ്ങൾ എത്ര ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു കിഴി നാണയം എടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന 4 അമ്പലങ്ങൾ. ഒന്നെന്ന് പറയുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, 2 തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, 3 ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, 4 എന്ന് പറയുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഈ 4 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിങ്ങൾ പോയി ഈ നാണയക്കിഴി ഭഗവാന്റെ നടക്കൽ സമർപ്പിച്ച്, അല്ലെ ഭഗവാന്റെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് ഭഗവാനെ തൊഴുക. വർഷത്തിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാ വർഷവും ഗുരുവായൂർ പോകുന്നവരുണ്ട്,
പറ്റുമ്പോഴൊക്കെ അമ്പലപ്പുഴ പോകുന്നവരുണ്ട്. വർഷത്തിൽ ഒരിക്കൽ ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. തീരെ ചെയ്തിട്ടില്ലാത്തവർ, ഇന്ന് വരെ ചെയ്യാൻ ഒരു നിവൃത്തിയും കിട്ടിയിട്ടില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരവസരമായിട്ട് കണ്ട് ചെയ്യുക. അത് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ അഭിവൃദ്ധി അവരുടെ ജീവിതത്തിലുണ്ട്. സാമ്പത്തികമായിട്ടായാലും അല്ലാതായാലും ഒക്കെ അതിൻ്റെ നേട്ടങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, അവരത് അനുഭവിക്കുന്നുണ്ട്, അവരാ ശ്രീകൃഷ്ണ കൃപ തൊട്ടറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി ഭഗവാൻ നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പം ഇതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്താന ഗോപാല മന്ത്രമാണ്. 6ാമത്തെ കാര്യം സന്താന ഗോപാല മന്ത്രം. എന്താ? മക്കളുടെ ഉയർച്ച അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര് ചൊല്ലേണ്ട മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മന്ത്രം പ്രത്യേകിച്ചും അമ്മമാര് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ശക്തി ഇരട്ടിയാന്നാണ് പറയുന്നത്. അമ്മമാര് ഈ മന്ത്രം എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലുന്നത് ശീലമാക്കുക. ശീലമാക്കി കഴിഞ്ഞാൽ അവർക്കും ഐശ്വര്യമാണ്, അവരുടെ മക്കൾക്കും സന്തതി പരമ്പരകൾക്കും സർവ്വ ഐശ്വര്യം, ദീർഘായുസ്സും സർവ്വ ഐരാരോഗ്യ സൗഖ്യവും ലഭിക്കുന്നതായിരിക്കും. സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത് ദേവകീസുത ഗോവിന്ദ വാസുദേവാ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത്. ഇതങ്ങ് മനപ്പാടമാക്കുക. ഇനി ആദ്യം മനപ്പാടം ആയില്ലെങ്കിൽ എഴുതി വെക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇതൊന്ന് ചൊല്ലി കിടന്ന് നോക്കിക്കേ. നാൾക്ക് നാൾ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതം നന്നായി വരികയുള്ളൂ. ഏതൊരു അമ്മയാണോ സ്ത്രീയാണോ ഇത് ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഞാനിത് പറയണ്ട, ഇതും ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്കും അവർക്കും അതിൻ്റെതായ മെച്ചം ജീവിതത്തിലുണ്ട് താനും. അപ്പം ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം എല്ലാ ദിവസവും ശീലമാക്കിയാൽ ഏറ്റവും ഗംഭീരമാണ്. കാര്യം മറ്റൊന്നുമല്ല, രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് കുളിച്ച് ശുദ്ധിയായി എല്ലാം വന്ന് ജോലിക്ക് പോകാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പോ ഒരു മൊന്ത വെള്ളം നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, വീടിൻ്റെ ആ പ്രധാന വാതിലിന് നേരെ നിൽക്കുന്ന വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തുളസിക്ക്, അല്ലെങ്കിൽ തുളസി തറയുള്ളവരാണെങ്കിൽ ആ തുളസിത്തറയിൽ നിൽക്കുന്ന തുളസിക്ക് ഒഴിച്ച് ഒന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. ആ തുളസിയിൽ ഭഗവാൻ വരും. ആ തുളസി മഹാലക്ഷ്മിയും മഹാവിഷ്ണുവുമായി മാറും. ആ വീടിന് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നൽകും. സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണു ഭഗവാനും നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മിയും ആ വീട്ടിലെ തുളസിയിൽ വാഴും. അതിൻ്റെ ഐശ്വര്യം ആ വീടിന് കിട്ടുകയും ചെയ്യും. ആ തുളസിത്തറയിൽ ഒരു മൊന്ത ജലം ഒഴിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്ന് ആ ഒരു തുളസിത്തറയിൽ ജലമൊഴിച്ചുകൊണ്ട്, ഒരു മൊന്ത ജലം ഒഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒറ്റ തവണ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ 3 തവണ ചൊല്ലണമെങ്കിൽ അങ്ങനെ ചൊല്ലാം. അങ്ങനെ പ്രസീത തുളസീദേവി ചൊല്ലിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും എല്ലാ ഐശ്വര്യങ്ങളും നൽകും എന്നുള്ളതാണ്. ഇതാണ് 7ാമത്തെ കാര്യം. അപ്പം ഈ ഒരു കാര്യമാണ്. ഇത് പറ്റുന്നവർ എല്ലാ ദിവസവും രാവിലെ ഒരു ദിനചര്യ എന്നോണം ചെയ്യൂ. ഏകാദശി ദിവസങ്ങളിൽ വെള്ളം ഒഴിക്കരുത്. ഏകാദശി എന്നാണ് കലണ്ടറിൽ നോക്കി വെച്ച് അബദ്ധം പറ്റാതെ. ഏകാദശി ദിവസം തുളസീദേവിയും വ്രതത്തിലാണ്, അതുകൊണ്ട് ഏകാദശി ദിവസം ഒഴിക്കാൻ പാടില്ല. സന്ധ്യ കഴിഞ്ഞ് രാത്രിയിൽ ഒഴിക്കാൻ പാടില്ല. ഈ 2 സമയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തോളൂ. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇതാണ് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 7 രഹസ്യങ്ങൾ പറഞ്ഞു. പറ്റുന്ന ചെയ്യൂ, അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കും. ഭഗവതി അനുഗ്രഹിക്കും, ഭഗവാൻ അനുഗ്രഹിക്കും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇറങ്ങി വരും, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരും. ഞാനിത് പറയാനിടയായത് ഒരുപക്ഷെ ഭഗവാനായിട്ട് പറയിച്ചായിരിക്കും, നിങ്ങളെ കാണിച്ചായിരിക്കും, ഒരു നന്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് കരുതുക. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.